നമസ്കാരം. യുദ്ധങ്ങൾ ഇന്ന് വെറും തോക്കുകളും മിസൈലുകളും കൊണ്ട് മാത്രം നടക്കുന്നില്ല. ഡേറ്റയുടെയും ഡിജിറ്റൽ നെറ്റ്വർക്കുകളുടെയും അകത്ത് നടക്കുന്ന അദൃശ്യ പോരാട്ടങ്ങളാണ് ഇനി ശക്തിയുടെ യഥാർത്ഥ അളവ്. ഇപ്പോൾ പുറത്തു വന്ന ഒരു സംഭവമാണ് ലോകത്തെ വീണ്ടും ചിന്തിപ്പിക്കുന്നത്. അമേരിക്കയുടെ ഏറ്റവും ശക്തമായ സൈനിക സംവിധാനങ്ങളിൽ ഒന്നായ മറീനുകളുടെ വിവരങ്ങൾ തന്നെ ഹാക്ക് ചെയ്ത് ചോർന്നുവെന്ന് റിപ്പോർട്ട്. പശ്ചിമേഷ്യയിൽ പ്രത്യേക സൈനിക ഉദ്യമങ്ങളുമായി ബന്ധപ്പെട്ട് വിന്യസിച്ചിട്ടുള്ള ആയിരക്കണക്കിന് US മറീനുകളുടെ വ്യക്തിവിവരങ്ങൾ ചോർത്തിയെന്ന അവകാശവാദവുമായി ഇറാൻ ബന്ധമുള്ള ഹാക്കർ ഗ്രൂപ്പാണ് രംഗത്തെത്തിയത്. ഇക്കാര്യത്തിൽ US സൈനിക ആസ്ഥാനമായ പെന്റഗൺ അന്വേഷണവും ആരംഭിച്ചു കഴിഞ്ഞു. ചോർന്ന വിവരങ്ങളിൽ ചിലത് ആധികാരികമാണ് എന്ന് പ്രാഥമിക കണ്ടെത്തലുകൾ സൂചിപ്പിക്കുന്നതായി വാൾസ്ട്രീറ്റ് ജേണൽ റിപ്പോർട്ട് ചെയ്തു. മേഖലയിലെ US മറീനുകൾക്ക് നേരെ ഈ ഗ്രൂപ്പ് ഭീഷണി മുഴക്കിയതായാണ് വിവരം. ഇറാനുമായുള്ള യുദ്ധത്തിന്റെ ഭാഗമായി പശ്ചിമേഷ്യയിൽ വിന്യസിച്ചിരിക്കുന്ന മറീനുകളുടെയും അവരുടെ കുടുംബങ്ങളെയും ലക്ഷ്യമിട്ടാണ് സൈബർ ആക്രമണം നടന്നിരിക്കുന്നത്. ടെലിഗ്രാം വഴി വിവരങ്ങൾ പുറത്തുവിട്ട ഹാക്കർമാർ തങ്ങൾ ഈ മറീനുകളെ നിരന്തരം നിരീക്ഷിക്കുന്നുണ്ടെന്നും മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. 2000-ലധികം മറീനുകളുടെ വ്യക്തി വിവരങ്ങൾ ചോർത്തിയതായാണ് വിവരം. ഹൻസാല എന്ന ഹാക്കർ ഗ്രൂപ്പാണ് വിവരങ്ങൾ ചോർത്തിയെന്നാണ് പ്രാദേശിക അറബ് വാർത്താ വെബ്സൈറ്റായ ഷഫാഖ്.com പുറത്തുവിട്ട റിപ്പോർട്ടിൽ പറയുന്നത്. ഏകദേശം 2000-ഓളം സൈനികരുടെ വിവരങ്ങൾ ചോർന്നുവെന്ന് വാൾസ്ട്രീറ്റ് ജേണൽ പറയുമ്പോൾ 2379 US മറീനുകളുടെ വിവരങ്ങളാണ് ചോർന്നിരിക്കുന്നതെന്ന കൃത്യമായ കണക്കാണ് ഷഫാഖ്.com പുറത്തുവിട്ടിരിക്കുന്നത്. ഒരു ടെലിഗ്രാം ചാനലിലൂടെയാണ് ഗ്രൂപ്പ് ഇവരുടെ വിവരങ്ങൾ പുറത്തുവിട്ടിരിക്കുന്നതെന്നും അവർ റിപ്പോർട്ട് ചെയ്യുന്നു. തങ്ങളുടെ നിരീക്ഷണ പാഠവും തെളിയിക്കാനാണ് ഹാക്കർ ഗ്രൂപ്പ് ഈ നീക്കത്തിലൂടെ ലക്ഷ്യമിട്ടതെന്നാണ് റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നത്. മേഖലയിൽ വിന്യസിച്ചിരിക്കുന്ന മറീനുകൾക്ക് തങ്ങൾ നിരീക്ഷണത്തിലാണെന്നും ലക്ഷ്യമിടാൻ സാധ്യതയുണ്ടെന്നും വാട്സാപ്പ് സന്ദർശനങ്ങളുടെ മുന്നറിയിപ്പ് ലഭിച്ചതായും റിപ്പോർട്ടുകളുണ്ട്. മറീനുകളുടെ കുടുംബ വിവരങ്ങൾ, വിലാസങ്ങൾ, ദിനചര്യകൾ, ദൈനംദിന നീക്കങ്ങൾ എന്നിവ ഉൾപ്പെടെ കൂടുതൽ വിവരങ്ങൾ തങ്ങളുടെ പക്കലുണ്ടെന്നും ഇവ പിന്നീട് പുറത്തുവിടുമെന്നും ഹാക്കർ ഗ്രൂപ്പ് അവകാശപ്പെട്ടിട്ടുണ്ട്. എങ്കിലും ഈ അവകാശവാദങ്ങൾ ഇതുവരെ സ്ഥിരീകരിക്കപ്പെട്ടിട്ടില്ല. അതേസമയം തകർച്ചയുടെ വക്കിലാണെന്നും ഹോർമൂസ് കടലിടുക്ക് എത്രയും വേഗം തുറന്നു നൽകണമെന്നും ഇറാൻ US-നോട് ആവശ്യപ്പെട്ടതായി പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ചൊവ്വാഴ്ച അവകാശപ്പെട്ടിരുന്നു. ഇതിനു പിന്നാലെയാണ് US മറീനുകളുടെ വ്യക്തിവിവരങ്ങൾ ചോർന്നതായുള്ള റിപ്പോർട്ടുകൾ പുറത്തു വന്നിരിക്കുന്നത്. എണ്ണ വരുമാനം തടയുന്നതിനായി നിലവിൽ ഇറാന്റെ തുറമുഖങ്ങളിലേക്കുള്ള കപ്പൽ ഗതാഗതം US നാവികസേന തടഞ്ഞിരിക്കുകയാണ്. US ഉപരോധം നീക്കുന്നതുവരെ ഹോർമൂസ് കടലിടുക്ക് തുറക്കില്ല എന്ന നിലപാടിലാണ് ഇറാൻ. അതേസമയം സമാധാന ചർച്ചകളുമായി ബന്ധപ്പെട്ട് വരും ദിവസങ്ങളിൽ ഇറാൻ പരിഷ്കരിച്ച നിർദ്ദേശം സമർപ്പിക്കുമെന്ന് പാകിസ്ഥാൻ മധ്യസ്ഥരെ ഉദ്ധരിച്ച് CNN റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇതൊരു സാധാരണ സൈബർ ആക്രമണമല്ല. ഇറാനുമായി ബന്ധമുള്ള ഹാക്കർ ഗ്രൂപ്പുകൾ ഈ ആക്രമണത്തിന് പിന്നിലാണെന്ന അന്വേഷണ സൂചനകൾ പുറത്തു വരുമ്പോൾ ഒരു വലിയ യാഥാർത്ഥ്യം തുറന്നുകാട്ടപ്പെടുന്നുണ്ട്. യുദ്ധത്തിന്റെ ദിശ മാറിക്കൊണ്ടിരിക്കുകയാണ്. അമേരിക്കയുടെ ഭൗതിക ശക്തിയെ നേരിടാൻ കഴിയാത്തിടത്ത് അതിന്റെ ഡിജിറ്റൽ പ്രതിരോധം തന്നെ ലക്ഷ്യമിടുന്ന ഒരു പുതിയ തന്ത്രമാണ് ഇറാൻ പയറ്റിക്കൊണ്ടിരിക്കുന്നത്. സൈനികരുടെ വ്യക്തിഗത വിവരങ്ങളും സാങ്കേതിക വിവരങ്ങളും ചോർന്നെന്ന റിപ്പോർട്ടുകൾ സുരക്ഷാ സംവിധാനത്തിലെ വലിയ വിള്ളലുകളാണ് ചൂണ്ടിക്കാണിക്കുന്നത്. ഒരു രാജ്യത്തിന്റെ സൈനിക ഡേറ്റ തന്നെ സുരക്ഷിതമല്ല എങ്കിൽ അതിന്റെ യുദ്ധസജ്ജത എത്രത്തോളം ഉറപ്പുള്ളതാണ് എന്ന ചോദ്യമാണ് ഇവിടെ ഉയരുന്നത്. ഇതൊരു മാനസിക സമ്മർദ്ദവും കൂടിയാണ്. കാരണം ശത്രുവിന് തങ്ങളുടെ വിവരങ്ങൾ അറിയുമ്പോൾ യുദ്ധഭൂമിയിൽ നിങ്ങൾക്കുള്ള മുൻതൂക്കം തന്നെ കുറഞ്ഞു പോകും. ഇവിടെ ശ്രദ്ധിക്കേണ്ടത് ഇറാൻ നേരിട്ട യുദ്ധഭൂമിയിൽ മാത്രമല്ല, വിവിധ തലങ്ങളിൽ തന്റെ സാന്നിധ്യം ഉറപ്പിക്കുകയാണ് എന്നതാണ്. സൈബർ ആക്രമണങ്ങൾ, സാങ്കേതിക ഇടപെടലുകൾ, സാമ്പത്തിക സമ്മർദ്ദങ്ങൾ ഇവയെല്ലാം ചേർന്ന് ഒരു സമഗ്രമായ തന്ത്രമായി മാറുകയാണ് ഇറാന്റേത്. അതായത് ഇറാൻ ഇപ്പോഴും ശക്തമായി നിലകൊള്ളുന്നു എന്നതിന്റെ തെളിവുകളാണ് ഇത്തരം സംഭവങ്ങൾ. അതേസമയം അമേരിക്കയുടെ അവസ്ഥ വ്യത്യസ്തമാണ്. പരമ്പരാഗത യുദ്ധത്തിൽ മുന്നിട്ടു നിന്ന ശക്തി ഇപ്പോൾ സൈബർ യുദ്ധത്തിൽ തന്നെ പ്രതിരോധത്തിലേക്ക് നീങ്ങുന്നുണ്ടോ എന്ന സംശയം ഉയരുന്നു. ഓരോ ദിവസവും പുതിയ വെല്ലുവിളികൾ, പുതിയ ആക്രമണങ്ങൾ ഇവയെല്ലാം ചേർന്നൊരു വലിയ സമ്മർദ്ദാവസ്ഥ സൃഷ്ടിക്കുന്നു. ഇവിടെ ഒരു നിർണായക ചോദ്യമുണ്ട്: യുദ്ധം ജയിക്കുന്നത് ആര്?